കൃഷ്ണ ഗുരുവായൂരപ്പ. അങ്ങനെ കൃഷ്ണനെ കൂട്ടാൻ വേണ്ടി വൃന്ദാവനത്തിലേക്ക് വന്ന അക്രൂരൻ്റെ കൂടെ മധുരയിലേക്ക് യാത്രയാവുകയാണ് കൃഷ്ണൻ. മാത്രമല്ല ആ യാത്രയ്ക്കിടയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. നമുക്കിന്ന് ആ കഥയിലേക്ക് പോകാം. വൃന്ദാവനത്തിലേക്ക് അക്രൂരൻ വന്നതോ കൃഷ്ണൻ മധുരയിലേക്ക് അക്രൂരൻ്റെ കൂടെ യാത്രയാവുന്നതോ ഒന്നും അറിയാതെ ഗോപികമാർ രാവിലെ തന്നെ യമുനയിൽ കുളി കഴിഞ്ഞ് ഈറൻ വസ്ത്രങ്ങളുമായി തിരികെ വരുന്നുണ്ട്. അപ്പോഴാണ് അവർ അത് ശ്രദ്ധിച്ചത്. നന്ദഗോപൻ്റെ വീട്ടുമുറ്റത്ത് അതിമനോഹരമായ രഥം. പതിവില്ലാതെ എവിടെ നിന്നാണ് ഈ രഥം വന്നത്? മുമ്പത്തെ പോലെ ചതിയന്മാരായ അസുരന്മാരാരെങ്കിലും വന്നതാണോ? ഗോപികമാർക്ക് സംശയമായി. അവർ ഉത്കണ്ഠയോടെ നന്ദഗോപൻ്റെ ഗൃഹത്തിലേക്ക് ഓടിക്കയറി. അവർ ആ രഥം ചുറ്റി നടന്ന് നോക്കി. അതെ, ഇത് മധുരയിൽ നിന്നുള്ള രഥമാണ്. കംസൻ്റെ കൊട്ടാരത്തിലുള്ള രഥമാവാനാണ് സാധ്യത. അതിൻ്റെ മനോഹാരിത കണ്ടില്ലേ? ഇത്ര വിലപിടിപ്പുള്ള മനോഹരമായ രഥം മറ്റാർക്കാണുള്ളത്? കംസൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആരോ വന്നതാവും. എന്തിനാണ് ഇത്ര രാവിലെ അവരിവിടെ എത്തിയത്? ഇങ്ങനെ പല സംശയങ്ങളുമായി ഗോപികമാർ ആ രഥത്തിന് ചുറ്റും കൂടി. അതിനിടെ ആ വാർത്ത കാട്ടുതീ പോലെ വൃന്ദാവനത്തിലാകെ പരന്നു. കൃഷ്ണനെ കൊണ്ടുപോകാൻ കംസൻ ഭടന്മാരെ അയച്ചിരിക്കുന്നു. കൃഷ്ണൻ മധുരയിലേക്ക് പോകുന്നു. കേട്ടവർ നന്ദഗോപൻ്റെ വീട്ടിലേക്കോടി. അവർ എത്തിയപ്പോൾ കേട്ടത് ശരിയാണെന്ന് അവർക്ക് തോന്നി. മനോഹരമായ ഒരു രഥം വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ട്. ചുറ്റും വലിയൊരു ജനക്കൂട്ടവും. വൃന്ദാവനവാസികൾ കൃഷ്ണനെ വിളിച്ചു കേണു. കൃഷ്ണ, ഞങ്ങളെ വിട്ട് നീ ഒരിടവും പോകരുതേ. ഞങ്ങൾക്ക് നീയില്ലാതെ മറ്റാരും ഒരു തുണയില്ല. കൃഷ്ണ കൃഷ്ണ. ഒരു ഗോപിക ഇതിനിടെ നന്ദഗോപരുടെ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. അപ്പോഴാണ് ഒരു പുതിയ ആളിനെ അവിടെ അവൾ കണ്ടത്. അവൾ അക്രൂരന് നേരെ തിരിഞ്ഞു. നിങ്ങളാണോ കൃഷ്ണനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്? ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളെയും ഇവിടെ നിന്ന് വിടില്ല. ഗോപിക സ്വബോധം നഷ്ടപ്പെട്ട പോലെ ആക്രോശിച്ചു. അപ്പോഴേക്കും നന്ദഗോപൻ അവിടെ എത്തി അവളെ ആശ്വസിപ്പിച്ചു. അതിനിടെ മറ്റു ഗോപികമാരും വീട്ടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. ആകെ ബഹളം. ഇതെല്ലാം കണ്ട് അക്രൂരൻ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അക്രൂരന് വൃന്ദാവനവാസികൾക്ക് കണ്ണനോടുള്ള സ്നേഹം മനസ്സിലായത്. അക്രൂരൻ ആശങ്കയോടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ രഥമില്ല. കോപാകുലരായ ഗോപാലന്മാർ രഥം തീയിട്ട് നശിപ്പിക്കാൻ നോക്കുന്നു. ബലരാമൻ ഇടപെട്ട് അത് തടഞ്ഞു. ഗോപികമാർ കൃഷ്ണനോട് അപേക്ഷിക്കാൻ തുടങ്ങി. കൃഷ്ണ, നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമില്ല. നിന്നെ കാണാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് കഴിയാനാവുക? ഒന്നിക്കിൽ നീ ഇവിടം വിട്ടു പോകരുത്. അല്ലെങ്കിൽ നീ പോകുന്നിടത്ത് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണം. ഗോപികമാർ വിമ്മി വിതുമ്പി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ മധുരയ്ക്ക് പോയേ മതിയാവൂ. കംസ മഹാരാജാവിൻ്റെ കൽപ്പനയാണ്. അതനുസരിച്ചേ മതിയാകൂ. അതനുസരിച്ചില്ലെങ്കിൽ ഈ വൃന്ദാവനമാകെ നശിപ്പിക്കും. കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ വൃന്ദാവനമാകെ നശിപ്പിക്കുമെന്നോ? കൃഷ്ണ, നീ ഇവിടം വിടുന്ന നിമിഷത്തിൽ തന്നെ ഈ വൃന്ദാവനം നശിക്കും. നീ ഒരിക്കലും അതിനിടവരുത്തരുത്. നീ പോയാൽ ഞങ്ങൾ ഒരു നിമിഷം പോലും ജീവനോടെ ഇരിക്കില്ല. ഇനി കൃഷ്ണനെ ഇവിടെ നിന്ന് അയക്കാതിരുന്നാൽ കംസൻ ഞങ്ങളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. കൃഷ്ണന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. കൃഷ്ണ, നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് മരിക്കാനായാൽ അതുതന്നെ ഭാഗ്യമല്ലേ. നീ ഞങ്ങളെ കൈവെടിയരുതേ. അവർ ദീനസ്വരത്തിൽ യാചിച്ചു. ഇതെല്ലാം കണ്ട് യശോദയും രോഹിണിയും വാതിൽ ചാരി നിന്ന് ഏങ്ങിക്കരയുകയാണ്. അവർക്കൊന്നും പറയാനാവുന്നില്ല. പറഞ്ഞാലൊട്ട് കൃഷ്ണൻ അനുസരിക്കുമെന്നും തോന്നുന്നില്ല. അപ്പോഴാണ് നന്ദഗോപൻ അവിടേക്ക് വന്നത്. അയാളുടെ കണ്ണും ദുഃഖം കൊണ്ട് കലങ്ങിയിരുന്നു. അയാൾ യശോദയെയും രോഹിണിയെയും സാന്ത്വനിപ്പിച്ചു. ഇങ്ങനെയൊന്നും അക്രൂരൻ പ്രതീക്ഷിച്ചതല്ലല്ലോ. വൃന്ദാവനവാസികളുടെ ദുഃഖം കണ്ട് അക്രൂരൻ കൃഷ്ണനോടും ബലരാമനോടുമായി പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം എന്നോടൊപ്പം പോന്നാൽ മതി. അപ്പോൾ ഗോപസ്ത്രീകൾ അക്രൂരന് നേരെ കയർത്തു. ഞങ്ങളുടെ കൃഷ്ണനെ കൊണ്ടുപോകാൻ താനാരാ? കൃഷ്ണൻ ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ കൃഷ്ണനെ ആരും അറിയാതെ കൊണ്ടുപോകാമെന്ന് കരുതിയോ? കംസൻ്റെ സേവകനല്ലേ നീ? അപ്പോൾ പിന്നെ അയാളുടെ ക്രൂരത തനിക്കും കാണാതിരിക്കില്ലല്ലോ. എന്നിട്ടും തനിക്ക് എന്തേ അക്രൂരനെന്ന് പേര് കിട്ടി? തനിക്ക് ഇവിടെ നിന്ന് കൃഷ്ണനെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ആദ്യം ഞങ്ങളെ മുഴുവനും കൊന്നൊടുക്കണം. അതല്ലാതെ ഞങ്ങൾ കൃഷ്ണനെ വിടില്ല. അപ്പോൾ കൃഷ്ണൻ അല്പം ഗൗരവം നടിച്ചു. മുമ്പ് ശത്രുക്കളെ നേരിട്ടപ്പോൾ മാത്രമേ കൃഷ്ണനെ അവർ ഗൗരവത്തിൽ കണ്ടിട്ടുള്ളൂ. ഗൗരവം വിടാതെ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് എന്നോട് സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം.
മധുരയിൽ പോകുന്നത് സ്ഥിര താമസത്തിനല്ല, മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ്. അതും മഹാരാജാവ് കൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. രാജാവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നത് പാപവും അധർമ്മവുമാണ്. എന്നെ നിങ്ങൾ പാപിയും അധർമ്മിയുമാക്കരുത്. എന്നെ പോകാൻ അനുവദിക്കണം. ഞങ്ങൾ മാത്രമല്ല, അച്ഛനും മറ്റു പ്രമുഖ ഗോപാലകന്മാരും മഹോത്സവത്തിന് വരുന്നുണ്ട്. മഹോത്സവത്തിന് ശേഷം അവർക്കൊപ്പം ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊള്ളാം. ഇപ്പോൾ ഞങ്ങളെ തടസ്സപ്പെടുത്തരുത്. കംസരാജാവിൻ്റെ ദൂതനായി എത്തിയിട്ടുള്ള അക്രൂരനോടും നിങ്ങൾ മര്യാദകേട് കാട്ടരുത്. ഇത് നമുക്കാകെ മാനക്കേടുണ്ടാക്കും. ദൂതൻ നമുക്ക് അതിഥിയാണ്. അതിഥിയെ ദേവന് തുല്യം സൽക്കരിക്കുകയാണ് വേണ്ടത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ അവിവേകത്തിൽ നിന്ന് പിന്തിരിയണം. കൃഷ്ണൻ്റെ അഭ്യർത്ഥന കേട്ട് വൃന്ദാവനവാസികൾ നിശബ്ദരായി. അപ്പോൾ ബലരാമനും കൃഷ്ണനും അക്രൂരൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്നിട്ട് പറഞ്ഞു, ശരി, നമുക്ക് യാത്രയാവാം. അക്രൂരനെ മുന്നിൽ വിട്ട് ബലരാമനും കൃഷ്ണനും മുന്നോട്ട് നടന്നു. ഗോപികമാരും ഗോപാലകന്മാരും വഴി മാറിക്കൊടുത്തു. പെട്ടെന്ന് കൃഷ്ണൻ നിന്നു. എന്നിട്ട് പിന്നിലേക്ക് നോക്കി. കൃഷ്ണൻ്റെ കണ്ണുകൾ ആരെയോ തിരയുന്നത് പോലെ. കൃഷ്ണൻ്റെ കണ്ണുകൾ അതാ വാതിൽ ചാരി നിന്ന് കരയുന്ന യശോദയുടെയും രോഹിണിയുടെയും മേൽ തറച്ചു. കൃഷ്ണൻ അവരുടെ അടുക്കലേക്ക് ഓടിയെത്തി. അവരെ കെട്ടിപ്പുണർന്ന് നെറുകയിൽ ഉമ്മ വെച്ചു. അതുപോലെ ബലരാമനും. ഇത് കണ്ടുനിന്ന നന്ദഗോപൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ നന്ദഗോപനെയും കെട്ടിപ്പുണർന്നു മുത്തം വെച്ചു. ഇതുകണ്ട് ഗോപികമാർക്ക് കരച്ചിലടക്കാനായില്ല. അവർ ഓരോരുത്തരായി കൃഷ്ണൻ്റെ നെറുകയിൽ ചുംബിച്ചു. കൃഷ്ണനും ബലരാമനും പുറത്തിറങ്ങി. രഥം അകലെയാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ കൃഷ്ണൻ ഗോശാലയിൽ കയറി തൻ്റെ പ്രിയപ്പെട്ട പശുക്കളോട് യാത്ര ചോദിച്ചു. അപ്പോൾ വൃക്ഷങ്ങളും പക്ഷികളും മറ്റു മൃഗങ്ങളുമൊക്കെ മൂകമായി തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണന് വിട നൽകി. കൃഷ്ണൻ രഥത്തിനടുത്തേക്ക് പോകുമ്പോൾ വൃന്ദാവനവാസികളും അവരെ പിന്തുടർന്നു. രാമനും കൃഷ്ണനും രഥത്തിൽ കയറി. അക്രൂരൻ മുൻപേ തന്നെ സാരഥിയുടെ ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. കൃഷ്ണൻ രഥത്തിലേറിയതോടെ എങ്ങും കൃഷ്ണ കൃഷ്ണ എന്ന വിലാപം ഉയർന്നു. കൃഷ്ണൻ കൈകൾ വീശി വൃന്ദാവനവാസികളോട് വിടവാങ്ങി. ഒന്നും അറിയാതെ വൃന്ദാവനവാസികളും കൈവീശി. രഥം മുന്നോട്ട് നീങ്ങി. ഒപ്പം കൈവീശിക്കൊണ്ട് വൃന്ദാവനവാസികളും രഥത്തെ പിന്തുടർന്നു. ഒരു നിമിഷം രഥം കണ്ണെത്താ ദൂരത്തേക്ക് എത്തി. വൃന്ദാവനവാസികൾക്ക് രഥത്തോടൊപ്പം എത്തിച്ചേരാനായില്ല. അവർ അവിടെ നിന്ന് കണ്ണുനീരോടെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ രഥം വായുവേഗത്തിൽ പായുകയാണ്. കൃഷ്ണനും ബലരാമനും എന്തോ ആലോചനയിലാണ്. അക്രൂരൻ കുതിരകളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇനി വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരാനാവില്ലെന്ന് കൃഷ്ണൻ അറിയാം. അതേക്കുറിച്ച് ഓർത്തപ്പോൾ കൃഷ്ണനൊരു വല്ലായ്മ പോലെ. കൃഷ്ണൻ ഓരോരോ ആലോചനയിലാണ്ടു. വൃന്ദാവനത്തിലെ കളികളും കുസൃതികളും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഗോവർദ്ധനഗിരിയുടെ താഴ്വരയിലേക്ക് പശുക്കളെ മേയ്ക്കാൻ പോയിരുന്ന ദിവസങ്ങൾ ഇനി ഓർമ്മയിൽ മാത്രം. യമുനയിൽ കുളിക്കുന്ന ഗോപികമാരെ ഇനി കളിപ്പിക്കാൻ കഴിയില്ല. വേണുഗാനവുമായി കാടുകളിൽ കളിച്ചലഞ്ഞിരുന്ന ദിവസങ്ങൾ നഷ്ടമാവുകയാണ്. പ്രിയപ്പെട്ട വൃന്ദാവനവാസികളുടെ സ്നേഹവും ശാസനയും ഇനിമേൽ ലഭിക്കില്ല. കൃഷ്ണൻ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ പോലെ ഓരോന്നാലോചിച്ച് ദുഃഖിതനായി. രഥം യമുനാ നദിയുടെ തീരത്തെത്തി. രഥത്തിൻ്റെ വേഗത മെല്ലെ കുറഞ്ഞു. രഥം സാവധാനം നിന്നു. അക്രൂരൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ബലരാമനോടും കൃഷ്ണനോടുമായി പറഞ്ഞു, വല്ലാതെ തളർന്നിരിക്കുന്നു. യമുനയിൽ ഒന്ന് കുളിച്ചിട്ട് പോകാം. ഞാനാണെങ്കിൽ ഇന്നലെ മുതലേ യാത്രയിലുമാണ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അക്രൂരൻ കുളിക്കടവിലേക്ക് പോയി. സ്ഫടികം പോലത്തെ ജലം. യമുന നിറഞ്ഞൊഴുകുകയാണ്. ഉദയസൂര്യൻ്റെ അരുണാഭ യമുനയ്ക്ക് അലങ്കാരമായിരിക്കുന്നു. ബലരാമനും കൃഷ്ണനും രഥത്തിൽ നിന്നിറങ്ങി. തങ്ങൾ കളിച്ചു വളർന്ന യമുനയുടെ പ്രഭാതഭംഗി ആസ്വദിച്ച് അവർ അങ്ങിങ്ങ് ചുറ്റി. അക്രൂരൻ യമുനയിൽ മുങ്ങി എണീറ്റു. 1-2 പ്രാവശ്യം അത് ആവർത്തിച്ചു. മൂന്നാമതും വെള്ളത്തിൽ മുങ്ങിത്താണു. ആദ്യത്തേതുപോലെ പെട്ടെന്ന് മുകളിലേക്ക് ഉയരാൻ കഴിയുന്നില്ല. തൻ്റെ ഭാരം നഷ്ടപ്പെടും പോലെ അക്രൂരന് തോന്നി. പക്ഷേ വെള്ളത്തിനടിയിലായിരുന്നിട്ടും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നില്ല. ഒരു നിമിഷം അക്രൂരന് ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതാ അടുത്ത നിമിഷം മുന്നിൽ ജലത്തിനടിയിൽ രാമനും കൃഷ്ണനും സ്വർണ്ണാഭരണ വിഭൂഷിതരായി നിൽക്കുന്നു. അക്രൂരന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹരേ കൃഷ്ണ. കൃഷ്ണനും ബലരാമനും മുന്നിൽ നിന്ന് മുരളിയൂതി അക്രൂരനോട് ചിരിക്കുകയാണ്. അക്രൂരൻ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി കരയിൽ നിർത്തിയിട്ടിരുന്ന രഥത്തിലേക്ക് നോക്കി. ബലരാമനും കൃഷ്ണനും അവിടെ തന്നെ ഉണ്ട്. എന്തൊരാശ്ചര്യം! അക്രൂരൻ രഥത്തിലിരിക്കുന്ന ബലരാമനെയും കൃഷ്ണനെയും നോക്കി നിന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും അക്രൂരൻ വെള്ളത്തിൽ മുങ്ങി. അതാ
അത്യത്ഭുതകരമായ മറ്റൊരു കാഴ്ചയാണ് അപ്പോൾ അക്രൂരൻ്റെ മുന്നിൽ. 1000 ഫണങ്ങളുള്ള ആദിശേഷനായ അനന്തൻ്റെ മേൽ ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണ് അക്രൂരൻ്റെ മുന്നിൽ ജലത്തിനടിയിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അക്രൂരൻ നാരായണനെ സ്തുതിക്കാനായി നാവ് വളച്ചു. പക്ഷേ ഒച്ച വരുന്നില്ല. അക്രൂരൻ വല്ലാതെ പരിഭ്രമിച്ച് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി. അപ്പോഴേക്കും ബലരാമനും കൃഷ്ണനും രഥത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ഈറൻ തോർത്തി മനസ്സു നിറയെ നാരായണ സ്തുതിയുമായി അക്രൂരൻ തേരിൽ കയറി. അക്രൂരൻ്റെ മുഖത്ത് ഒരു പരിഭ്രമം കലർന്ന ആനന്ദം നിഴലിച്ചിരുന്നു. ഇത് കണ്ടിട്ടെന്ന പോലെ കൃഷ്ണൻ ചോദിച്ചു, എന്താ മുഖത്ത് വല്ലാതൊരു ഭാവം? സന്തോഷവും പരിഭ്രമവും എല്ലാം കൂടി എന്തു പറ്റി? അതു കേട്ടിട്ട് അക്രൂരൻ പറഞ്ഞു, ഭഗവാനെ, അത് ഞാൻ അങ്ങയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ആനന്ദത്തിനും പരിഭ്രമത്തിനും കാരണം എന്താണെന്ന് അങ്ങ് അറിയാതൊന്നുമല്ലല്ലോ. ഹരികൃഷ്ണ. അക്രൂരൻ മധുരാപുരം ലക്ഷ്യമാക്കി കുതിരകളെ തെളിച്ചു. മനോഹരമായ രഥത്തിൽ അതിമനോഹരമായ 2 യുവാക്കൾ മിന്നൽ വേഗത്തിൽ പായുന്നത് കണ്ട് വഴിപ്പോക്കർ വിസ്മയിച്ചു നിന്നു. പക്ഷേ അവർക്കാർക്കും രഥത്തിൽ ആരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ കൃഷ്ണൻ തങ്ങൾ ആരെന്ന് വഴിപ്പോക്കരെ അറിയിച്ചില്ല. അതാണ് സത്യം. അസ്തമയത്തിന് മുൻപേ തന്നെ രഥം മധുരാപുരയിൽ എത്തി. അപ്പോഴേക്കും നന്ദഗോപനും കൂട്ടരും മധുരയിലെ രാജകീയോദ്യാനത്തിൽ എത്തിയിരുന്നു. അക്രൂരൻ രാമകൃഷ്ണന്മാരെ നന്ദഗോപൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. രാമകൃഷ്ണന്മാർ നന്ദഗോപൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അക്രൂരനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് അക്രൂരനോട് പറഞ്ഞു, അങ്ങ് ഇനി പോയിക്കൊള്ളൂ. അങ്ങ് അങ്ങയുടെ കൃത്യം നിർവഹിച്ചു. ഇനി നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുക. ഞങ്ങളെ മധുരയിൽ എത്തിച്ചിട്ടുണ്ടെന്ന വാർത്ത രാജാവിനെ അറിയിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞങ്ങൾ പോയി രാജാവിനെ മുഖം കാണിച്ചു കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്ക് അല്പം വിശ്രമിക്കണം. ശേഷം നഗരമൊക്കെ ഒന്ന് ചുറ്റി കാണുകയും വേണം. ഞങ്ങളാണെങ്കിൽ ഇതുവരെ ഇത്ര വലിയ നഗരം കണ്ടിട്ടുമില്ല. കൃഷ്ണൻ്റെ നിർദ്ദേശം കേട്ട് അക്രൂരൻ നിരാശനായി. കൃഷ്ണനെയും ബലരാമനെയും കൂട്ടി സ്വന്തം വീട്ടിൽ പോകണമെന്നായിരുന്നു അക്രൂരൻ്റെ വലിയ ആശ. കൃഷ്ണൻ്റെ പാദപാംസുക്കൾ ഏൽപ്പിച്ച് തൻ്റെ വീടിനെ അനുഗ്രഹീതമാക്കണമെന്ന് അക്രൂരൻ ആഗ്രഹിച്ചിരുന്നു. അതിലൂടെ ജന്മവും ജീവിതവും സഫലമാക്കണമെന്നായിരുന്നു അക്രൂരൻ വിചാരിച്ചത്. അക്രൂരൻ തൻ്റെ ആഗ്രഹം കൃഷ്ണനോട് പറഞ്ഞു. അത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു, അക്രൂര, അങ്ങയുടെ ഭക്തിയും സ്നേഹവും എന്നെ വീർപ്പുമുട്ടിക്കുന്നു. ഞാൻ അങ്ങയെ എത്രയോ മുൻപ് തന്നെ അനുഗ്രഹിച്ചിരുന്നു. എൻ്റെ ഭക്തന്മാരെ ഞാൻ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കില്ല. അവരിൽ എനിക്ക് അങ്ങേയറ്റത്തെ വാത്സല്യമുണ്ട്. ഇവരുടെ ഇഷ്ടങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ നിറവേറ്റാതിരിക്കില്ല. പക്ഷേ എല്ലാറ്റിനും ഓരോ സമയവും സന്ദർഭവുമുണ്ട്. അങ്ങയുടെ ഗൃഹത്തിൽ വരാനുള്ള സമയവും സന്ദർഭവും ഇതല്ല. സമയമാകുമ്പോൾ ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നുകൊള്ളാം. തൽക്കാലം അങ്ങ് വീട്ടിലേക്ക് മടങ്ങുക. കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് അക്രൂരൻ നിറകണ്ണുകളോടെ കാൽക്കൽ വീണു. അപ്പോൾ കൃഷ്ണൻ അക്രൂരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ചു. അക്രൂരൻ തൊഴുകൈകളോടെ വിടവാങ്ങി. പിന്നെ ബലരാമനും കൃഷ്ണനും കൂടെ നഗരത്തിൽ ചുറ്റിക്കറങ്ങാനായി ഇറങ്ങിത്തിരിച്ചു. ഹരികൃഷ്ണ. കൃഷ്ണനും ബലരാമനും മധുരാപുരി ചുറ്റിക്കറങ്ങുന്നതും കുറേ നഗരവാസികളെ അനുഗ്രഹിക്കുന്നതും കുബ്ജയെ സുന്ദരിയാക്കുന്നതും ഒക്കെയുള്ള കഥകൾ നാളെ കേൾക്കാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കൂ.